ആയുധം അറിവാണ്. സനാതനന്റെ ആയുധം നിരായുധനല്ല. അറിവിന്റെ ആയുധമുണ്ട്. അറിവിന്റെ ആയുധമാണ്. അഹിംസാ മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ദേശം അടിമത്തത്തിലേക്ക് പോയതെന്ന് പറഞ്ഞാൽ നമ്മൾ ആയുധം ഉണ്ടായിരുന്നത് കൊണ്ടോ ഇല്ലാത്തത് കൊണ്ടോ അല്ല, നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ ഇവിടെ തുറന്നു കയറി. നമുക്കിവിടെ കരുത്തില്ലാത്തത് കൊണ്ടല്ല, ആയുധമില്ലാത്തത് കൊണ്ടുമല്ല, നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് മറ്റുള്ളവർ ഇവിടെ കയറിയത്. നമ്മളുടെ വീട്ടിലും നാലാമതൊരാൾ വന്ന് കയറുന്നുണ്ടെങ്കിൽ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് അത് വരുന്നത്. അറിവാണ് ഏറ്റവും വലിയ ആയുധം. ആത്മരാമൻ്റെ അടുത്ത് പരശുരാമൻ ആയുധം താഴെ വെക്കാനേ പറ്റുള്ളൂ, നിന്ന് നമസ്കരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതേ രീതിയിലേക്ക് അറിവിൻ്റെ ആ ഒരു തലത്തിലേക്ക് ഭാരതം ഉയരണം. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ്. ഭാരതം അഭിപ്രായത്തിലല്ല നിൽക്കുന്നത്, അറിവിലാണ്. മതത്തിനെതിരായിരുന്നു ശ്രീരാമചന്ദ്രൻ. ശൈവ വൈഷ്ണവ യുദ്ധവെറിയുടെ അമ്പിനെയും വില്ലിനെയും ഒടിച്ച് ഞാൻ ചോദിക്കാൻ തുടങ്ങുക, ശൈവ വൈഷ്ണവ യുദ്ധവെറി എന്തിനുണ്ടായി എന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങുന്നത്. ശിവനാണോ വിഷ്ണുവാണോ ബ്രഹ്മാവാണോ ആരാണ് വലുത് എന്നുള്ള രീതിയിലായിരുന്നു യുദ്ധം. അല്ല, ആ ചോദ്യം തന്നെ ഉയരുന്ന അറിവില്ലായ്മ ഉണ്ടല്ലേ. വായുവാണോ അഗ്നിയാണോ ആകാശമാണോ മണ്ണാണോ ജലമാണോ വലുതെന്ന് അറിയാവുന്ന ഒരാൾ ചോദിക്കരുത്. കാരണം ഇതിന്റെ വലിപ്പം എല്ലാം കൂടെ കൂടുന്നതല്ലേ. അപ്പൊ ഇതിൽ ഏതാണ് ഞാനാണ് കേമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അജ്ഞത കൊണ്ടല്ലേ. അതെ, ഇപ്പോഴും ഇവിടെ ഉണ്ട് ശൈവ വൈഷ്ണവ യുദ്ധം വരെ ഇപ്പോഴും ഉണ്ട്. നമശിവായ ചെല്ലാൻ പാടില്ല. വൈഷ്ണവാരാധന ചെയ്യുന്നവര് നമശിവായ ചെല്ലില്ല, ശിവക്ഷേത്രത്തിൽ പോവില്ല. വൈഷ്ണവ ക്ഷേത്രത്തിൽ പോകുന്നവർ തിരിച്ചും പോവില്ല, അങ്ങോട്ടും ഇല്ല. ഈ ഒരവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം അവരിത് രണ്ടും ചുമന്നുകൊണ്ടാണ് പോകുന്നവർ അറിയുന്നില്ലേ. ഇല്ല, ശരീരം സംയുക്തമാണ്. ശിരോ ബ്രഹ്മ ഹൃദയോ വിഷ്ണു ദിപാദേ ശിവം, ഇത് മൂന്നും ചേർന്നതാണ് ശരീരം. എന്നിട്ടാണ് ഇതിനെതിരെ പോരാടുന്നത്. ദികരാഗ്രഹലക്ഷ്മി, ദികര മധ്യേ സരസ്വതി, ദികര മൂലേ പാർവതി, അർദ്ധനാരീശ്വരാകൃതിയാണ് മനുഷ്യൻ. അപ്പൊ ഈ 6 കണങ്ങളുടെ വൈഭവവും ശരീരത്തിൽ പേറി ആ എനർജിയിൽ നിൽക്കുന്ന നമ്മൾ, ഈ ത്രിഗണശക്തിയായിരിക്കുന്ന ജ്ഞാന ഇച്ഛാ ക്രിയാശക്തികളുടെ ഉടയവനായിരിക്കുന്ന നമ്മൾ, ആത്മാവും മനസ്സ് ശരീരവും ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ ജീവൻ ഉണ്ടാകുള്ളൂ എന്ന് നമുക്കറിയാവുന്ന നമ്മൾ, ശിവൻ വേണ്ട, വിഷ്ണു വേണ്ട, ബ്രഹ്മാവ് വേണ്ട, അതൊന്നുമില്ല, ഇതൊന്നുമില്ല, എൻ്റെ ഇഷ്ട ദൈവമാണ് മനസ്സിൽ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞ, ഇവിടെ ഇരിക്കുന്നത് ചാത്തനാണ് ഉള്ളിൽ. പ്രണവവേദം അല്ലെങ്കിൽ പഞ്ചമവേദത്തിലാണ് അത് പറയുന്നത്. അത് പറയുമ്പോഴും ഇവിടെ അഹിംസാവാദികളായിട്ടുള്ള സുഖമായി അഴിഞ്ഞാടുകയാണല്ലോ. അവർക്ക് നിലനിൽപ്പുണ്ടല്ലോ. നമ്മുടെ പുതിയ തലമുറ നോക്കുമ്പോൾ അഹിംസാവാദികളായിട്ടുള്ളവർ വളരുന്നുണ്ടല്ലോ. അത് നമ്മളുടെ ആചാര്യന്മാർ തന്നെയാണ് അതിന് കാരണം. ഇപ്പൊ കുഴിമന്തി വിളമ്പിച്ചത് നമ്മുടെ ആചാര്യന്മാരാണ്. രാമൻ വേണ്ടുവോളം മാംസം കഴിച്ചിട്ടുണ്ട്, സീത വേണ്ടുവോളം മാംസം കഴിച്ചിട്ടുണ്ട്, ലക്ഷ്മണൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ പരിണിത ഫലമാണ് കുഴിമന്തി വിളമ്പിയത് കൃഷ്ണന്റെ മുന്നിൽ. അത് വിളമ്പിയവരുടെ അവരെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. ഇല്ല, കാരണം ഇതാണ് സനാതന ധർമ്മം. എന്താണെന്നറിയില്ല. സനാതന ധർമ്മികൾക്ക് മാംസം കഴിക്കാം, സനാതന ധർമ്മികൾക്ക് അമ്മയെ തെറി വിളിക്കാം. കൊടുങ്ങല്ലൂർ തെറിപ്പോട്ട് നടത്തുന്നത് ഈ സനാതന ധർമ്മം. ഞാൻ ചോദിക്കുന്നത്, തലമുറ വളർന്നു വരുന്ന തലമുറ കാണുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ളവർ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാവ്യവേഷം ധരിച്ചിട്ട് ഭസ്മലേപനായി മാലയും ഒക്കെ ആവശ്യത്തിന് മിച്ചം ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകള് സനാതന ധർമ്മികളല്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. തീർച്ചയായിട്ടും പറയുന്ന നേരെ തിരിച്ചാണല്ലോ. സനാതന ധർമ്മം അവരെ ആചരിക്കുന്ന നേരെ തിരിച്ചാണ്. മാംസം തിന്നുന്നു, അഘോരികൾ മാംസം തിന്നുന്നു, പച്ചമാംസം തിന്നുന്നു, അല്ലെങ്കിൽ മനുഷ്യനെ തന്നെ തിന്നുന്നു എന്നാ പറയുന്നത്. അത് മുട്ട കഴിക്കാം, മീൻ കഴിക്കാം, അത് പൂജയ്ക്ക് വെക്കാം, ദൈവത്തിന് കൊടുക്കാം, ചോര കൊടുക്കാം, ഇതൊക്കെ പറയുമ്പോൾ അത് സനാതന മാർഗത്തിൽ വരുന്ന കാര്യമല്ല. അതെ, ഈ ഭദ്രകാളി ഭാവം ഇത് പറയുമ്പോൾ ആദ്യം അറിയേണ്ടത്, ഭദ്രകാളി ഭാവം എന്ന് പറഞ്ഞാൽ മാംസം കഴിക്കുന്ന സൂക്ഷ്മജീവികൾ തൊട്ട് വസൂരിമാല തൊട്ടുള്ള സിംഹം വരെയുള്ള സർവ്വജീവലോകത്തിന്റെയും പ്രതിനിധിയാണ് ഭദ്രകാളി ഭാവം. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയേണ്ടി വരും. അതാണ് ഇത്. വസൂരിമാല തൊട്ട് ഏറ്റവും സൂക്ഷ്മമായിട്ട് കോവിഡ് തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ, വസൂരിമാല എന്ന് പറയുന്ന ആ വസൂരിക്ക് കാരണമായിരിക്കുന്ന ആ വൈറസ് തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ മാംസം കഴിക്കുന്ന, ബ്ലഡ് കുടിക്കുന്ന സർവ്വജീവലോകത്തിന്റെയും പ്രതിനിധിയാണ് ഭദ്രകാളി. അതൊന്ന് തിരിച്ചു പറയേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാല് അതൊന്ന് വർണ്ണിച്ചു തരേണ്ടി വരും. കാരണം ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ആളുകളെ എല്ലാം കൊല്ലാൻ വേണ്ടി വരുന്ന വലിയ ഉഗ്രരൂപിണിയായിട്ടുള്ള വാളുമൊക്കെ പിടിച്ച് ചോരയും ദാഹിച്ച് ഒലിപ്പിച്ച് കഴുത്തൊക്കെ ജനിച്ച്, നമ്മള് ട്രാൻസ്ഫോമറിന്റെ അവിടെ തലയോട്ടിയുണ്ട്, അസ്ഥിയും ഇങ്ങനെ വെച്ചിട്ടുണ്ടാവില്ലേ, അതെന്തുകൊണ്ടാ അവിടെ അതാണ് ഇരിക്കുന്നത്? അത് അപകടത്തിന്റെ സിഗ്നലാണ്. ഭദ്രകാളി ദേശത്തുകൂടി അസമയത്ത് വസിക്കല്ലേ, പോകല്ലേ, സഞ്ചരിക്കല്ലേ, അവിടെ നിൽക്കല്ലേ എന്ന് പറയുന്നത് മാംസം കഴിക്കുന്ന, ചോര കുടിക്കുന്ന ജീവജാലങ്ങള് അവിടെ ഉള്ളത് കൊണ്ടാണ് ഇത് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ പ്രതിനിധിയാണ് നമ്മൾ ആരാധിക്കുന്ന. അതെ, മാംസം കഴിക്കുന്ന, രക്തം കുടിക്കുന്ന ജീവലോകം ഇവിടെ ആവശ്യമാണ്.
ആ സിംഹഭാവത്തിലുള്ള ജീവലോകം ഇവിടെ ആവശ്യമാണ്, ഹിംസാഭാവത്തിലുള്ള ജീവലോകം ഇവിടെ ആവശ്യമാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്കറിയാം. വേണ്ടിയാണല്ലോ ഈ ആടിനെയും. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ കുമ്പളങ്ങ മുറിച്ചു കൊടുക്കാറുണ്ട്. കുമ്പളങ്ങ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ബാലഭദ്രഭാവത്തിലുള്ള ജീവലോകത്തിൽ നിൽക്കുന്നതെങ്കിൽ മാംസം കൊടുക്കുന്നതിന് പകരം കുമ്പളങ്ങ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് 4 ദിവസം കഴിയുമ്പോൾ അത്രയും നോണാവും, അത്രയും പുഴുവാകും. കുമ്പളങ്ങ മുറിക്കുന്നത് പൂണൂലിട്ട ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മറ്റുള്ള കോഴിയെയൊക്കെ മുറിച്ച് കൊടുക്കാനുള്ള ആ ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. ഞങ്ങൾ നല്ലാതെ നേരിട്ട് കൊടുക്കുന്നവരാണെന്ന് പറയുന്ന ഒരു വിഭാഗം വേറെ ഉണ്ടല്ലോ ഇവിടെ. ഉണ്ട്. അങ്ങനെ കുമ്പളങ്ങ മുറിക്കുന്നവരെ ആക്ഷേപിക്കുകയും അതിന് പവർ കുറവാണെന്നും ഇത് രക്തം നേരെ കൊടുത്താൽ അപ്പൊ തന്നെ ഫലസിദ്ധി കിട്ടുമെന്ന് പറയുന്ന 2 വിഭാഗമുണ്ട് ഇവിടെ. അതെ, അത് സാധാരണ നമ്മൾ വെളിച്ചപ്പാടെന്ന് പറയും. വെളിവുള്ളവരാണ് വെളിച്ചപ്പാട്. അതായത് വെളിച്ചത്തിൽ നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, വെളിവിൽ നിന്നിട്ടും വെളിവായുധത്തിൽ നിന്നിട്ടും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവലോകത്തെ ആ എനർജിയെ, ചോര കുടിക്കുന്ന ആ ജീവലോകത്തെ സംരക്ഷിക്കാനായിട്ട് വേറെ എങ്ങൊന്നുമല്ല, ശിരോ രക്തം കൊടുത്ത് സംരക്ഷിക്കാൻ ചുമതല അങ്ങനെ ക്ഷമിക്കേണ്ടി വരും. ഇപ്പോഴത്തെ വെളിച്ചപ്പാടുകൾക്കാണ് വെളിവ് നഷ്ടപ്പെട്ടവരായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വേഷം കെട്ടി കഴിയുമ്പോൾ അവരുടെ വെളിവ് നഷ്ടപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. വെളിച്ചപ്പാടിനെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അവർ വെളിച്ചപ്പാടെന്ന് പറയുന്ന ആ വേഷത്തിലോട്ട് കെട്ടി അല്ലെങ്കിൽ വെളിച്ചപ്പാടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ആ മനുഷ്യന്റെ വെളിവ് നഷ്ടപ്പെട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ കാണേണ്ടി വരുന്നത്. സത്യമാണ്, സങ്കടമാണ് ഇതൊക്കെ പറയുമ്പോൾ. കാരണം അങ്ങനത്തെ ആചാരം പറയുമ്പോൾ അതിന് ക്ഷമിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്ഷമിക്കാതിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോഴത്തെ വെളിച്ചപ്പാടെന്ന് പറഞ്ഞാൽ വെളിവുള്ളവരാണെന്ന് അങ്ങ് പറഞ്ഞത്. ഞാൻ കാണുന്ന വെളിച്ചപ്പാടെന്ന് വെളിവുള്ളവർ ഞാൻ കാണാം. ഇതിനുവേണ്ടി പോകുമ്പോൾ വെളിച്ചപ്പാട് പോകുമ്പോൾ ഒന്നാമത് അവരുടെ മനോനില പോലും തെറ്റും തരത്തിലുള്ള പലതും കഴിച്ചുകൊണ്ടാ പോകുന്നത്. ഞാൻ അതിന് പോവാണ്, എനിക്ക് ബലം കിട്ടാൻ വേണ്ടി ഞാൻ 2 അടിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങ് പറയുന്ന വെളിവുള്ള പഴയ കാലത്ത് വെളിച്ചപ്പാടെന്ന് പറഞ്ഞാൽ വെളിവുള്ളവരാണ്. അങ്ങനെയുള്ള ജീവലോകത്തിന് വേണ്ടിയിട്ട് വെളിച്ചപ്പാടും പൂജാരി തന്നെയാണ്. അല്ല, അത് കാവുകളിൽ, ഭദ്രകാളി ക്ഷേത്രങ്ങളിലുള്ള കാവുകളിൽ ഇത്തരത്തിലുള്ള മാംസം കഴിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, രക്തം കുടിക്കുന്ന ജീവലോകത്തിന് വേണ്ടിയിട്ട് രക്തം കൊടുക്കണമെങ്കിൽ സ്വന്തം ശിരസിലെ രക്തം വരെ ഇറ്റിച്ചു കൊടുത്ത് ആ ജീവലോകത്തെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവരായിട്ടുള്ള, എപ്പോഴും എവിടെ വെച്ചും ചോര വാർന്നു കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ ശേഷിയുള്ള വാളുങ്ങായിട്ട് കയ്യിൽ കരുതി നടക്കുന്ന വെളിവുള്ള ഒരു ലോകമാണ് അന്നുണ്ടായിരുന്നത്. നമ്മള് ബ്ലഡ് ദാനം ചെയ്യില്ലേ, അതുപോലെ തന്നെ ദാനം ചെയ്യാനായിട്ട്, അത് വേറെ എവിടുന്നും അല്ല, ശിരസിൽ നിന്ന് ജ്ഞാനരക്തത്തെ പാനം ചെയ്ത് കൊടുത്ത് ഈ ജീവലോകത്തെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടിട്ടുള്ള ആളുകളെയാണ് വെളിച്ചപ്പാടെന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ആളുകളായിട്ട് വെളിച്ചപ്പാടുകാർ മാറിയിട്ടുണ്ട്. ഇത്തവണ ഒരു ദാരുണ സംഭവം കൂടി ഞാൻ കണ്ടു. സ്ഥിരം കാണുന്നതാണെങ്കിൽ തന്നെ കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ എന്താണ് വെളിച്ചപ്പാടെന്നോ എന്താണ് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ ഈ കൊടുവാൾ കൊടുത്തിട്ട് ഈ വെളിച്ചപ്പാടിൻ്റെ വാളെടുത്ത് കൊടുക്കുന്ന ഒരു രീതിയിൽ നമ്മളുടെ മക്കളെ വഴിതെറ്റിക്കുന്ന ഒരു സംസ്കാരം അതിപ്പോൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുട്ടികളെ വെളിച്ചപ്പാടാക്കി വേഷം കെട്ടിക്കുക, തുള്ളിക്കുക. അതും സനാതന മാർഗ്ഗമാണ്. അതും സനാതനമാണ്. കൊടുങ്ങല്ലൂർ അമ്മേനെ തെറി വിളിക്കുന്നത്, പച്ചത്തെറി വിളിക്കുന്നതും ഏത് തലമുറയ്ക്ക് എന്ത് പുണ്യം ചെയ്തു കൊടുക്കാനാണ്, എന്ത് മാർഗനിർദ്ദേശമാണ് ഇവർ ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ രീതി? നമ്മുടെ ഒരു ആചാര്യന്മാരും അതിനെ എതിർത്ത് കണ്ടിട്ടില്ല. ഇല്ല. ഇത്രയും നമ്മളെ സകുടുംബം, നമ്മുടെ കുട്ടികളും അമ്മയും അച്ഛനും ഉൾപ്പെടുന്ന ആ കുടുംബം ഒരുമിച്ച് നിന്ന് പോയി നിൽക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുള്ള സ്ഥലമല്ല കൊടുങ്ങല്ലൂർ ആഘോഷ സ്ഥലം. ഒരു പെങ്കൊച്ചിനും ഇടാൻ പറ്റുമോ ഭരണി നാളിൽ? ആർക്കും ആരെയും തെറി വിളിക്കാവുന്ന ഒരു സാഹചര്യം. അമ്മയെ തെറി വിളിക്കുക, തായെക്കുട്ടി തെറി വിളിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചു എന്നല്ലാണ്ട് ഈ ഒരു മെസ്സേജും ഈ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ കൊണ്ട് ഈ നാട്ടിൽ മറ്റൊന്നും നടക്കുന്നില്ലെന്ന് മാത്രമല്ല, ലോകത്തിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ അനാചാരം കൊടുങ്ങല്ലൂർ അമ്മയെ തെറി വിളിക്കുന്ന രീതിയാണ്. അത് ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റുന്ന, ആർക്കാണ് ഇതുകൊണ്ടുള്ള ഒരു സായുജ്യം ഉണ്ടാവുന്നത്? ആർക്കാണ് ഇതുകൊണ്ട് രോമാഞ്ചം ഉണ്ടാവുന്നത്?